ഇന്ത്യൻ വാഹന വിപണിയെ സേഫ്റ്റിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ടാറ്റ പുറത്തിറക്കിയ ഒരു മോഡലായിരുന്നു നെക്സോൺ. ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ വാഹനം എന്ന പദവി ഇപ്പോൾ നെക്സോൺ ആണ് ലഭിച്ചിരിക്കുന്നത്. നെക്സോണിൻ്റെ BS6 എഡിഷനാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഹോട്ട് വീൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്നത് ടാറ്റയുടെ ഒരു വലിയ ലോഗോയും അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്ലാക്ക് ഇൻസൈറ്റിലൊരു ഗ്രില്ല് നൽകിയിട്ടുണ്ട്. പിന്നെ അടിഭാഗത്തായിട്ട് നോക്കുമ്പോൾ ഒരു ചെറിയ ഡിസൈനൊക്കെ നൽകിയിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ഫോഗ്ലാം യൂണിറ്റൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു സിൽവർ ഇൻസൈറ്റൊക്കെ നൽകിയിട്ടുണ്ട്. ഇനി ഹെഡ്ലാം യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ DRLോട് കൂടി ഒരു ഹെഡ്ലാം യൂണിറ്റ് പ്രൊജക്ടർ ഹെഡ്ലാം നൽകിയിട്ടുണ്ട്. ഇൻഡിക്കേറ്ററും DRLോട് മിക്സ് ആയിട്ടുള്ള ഒരു യൂണിറ്റാണ്. മുകളിൽ നിന്ന് താഴെ വരെ ഒഴുകി കിടക്കുന്ന രീതിയിൽ അത് ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നെക്സോൺ എന്നുള്ളൊരു ബാഡ്ജിങ് ഒക്കെ നൽകിയിട്ടുണ്ട്. മിററോട് കൂടിയ ഒരു ഇൻഡിക്കേറ്റർ യൂണിറ്റ് വരുന്നുണ്ട്. വൈപ്പേഴ്സൊക്കെ ടക്ലിനാണ്. ഡ്രൈവറിന് വിസിബിൾ ആകാത്ത രീതിയിൽ തന്നെ അത് ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഹെഡ്ലാം യൂണിറ്റിൽ നിന്ന് തുടങ്ങി മറ്റേ ഹെഡ്ലാം യൂണിറ്റ് വരെ നിൽക്കുന്ന രീതിയിലൊരു ക്രോം ഇൻസൈറ്റൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു ക്രോമിൻ്റെയും സിൽവറിൻ്റെയും ഒരു അതിപ്രസരം ഈ വാഹനത്തിൽ ഉണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരു റൂഫ് റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സിൽവർ ഇൻസൈറ്റ് ഒക്കെ നൽകി ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ മനോഹരമുണ്ട്. സൈഡ് ഡോറിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് തൊട്ട് താഴെ ഒരു ഇൻഡിക്കേറ്ററൊക്കെ ഒരു റിഫ്ലക്ടറൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അംബർല ഹോൾഡിങ്ങും അതുപോലെ തന്നെ ബോട്ടിൽ ഹോൾഡർ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഒരു പാനലൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ വിൻഡോ അഡ്ജസ്റ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന കൺട്രോൾ ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. ഒരു ക്രോം ഇൻസെറ്റൊക്കെ നൽകിയ ഒരു കാണാൻ കഴിയുന്നുണ്ട്. ഒരു ഡ്യുവൽ ടോൺ ഇൻറ്റീരിയറാണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇൻസൈറ്റ് നൽകിയിട്ടുണ്ട്. സീറ്റുകളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം പ്രീമിയം ലെതറും കുഷൻസൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളെ ആവരണം ചെയ്ത് ഇരിക്കുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ്. സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടാറ്റയുടെ ലോഗോ ഒക്കെ നൽകിയ ഒരു 3 സ്പോക്ക് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. അതുപോലെ തന്നെ മൾട്ടിപർപ്പസ് ആയിട്ടുള്ള കോൾ ഡിസ്കണക്ഷൻ അതുപോലെ തന്നെ മ്യൂട്ട് അൺമ്യൂട്ട് തുടങ്ങിയ ഫങ്ഷൻസൊക്കെ ഉൾപ്പെടുത്തിയ ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഡിസ്പ്ലേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ക്രോം ഇൻസൈറ്റ് നൽകിയിട്ടുണ്ട്. അതൊരു അട്രാക്റ്റീവ് ഫീച്ചറായിട്ട് തോന്നി. ഇനി AC വെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനും ഒരു ക്രോം ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടിപ്പിൽ ഒരു ക്രോം ഇൻസൈറ്റൊക്കെ നൽകിയിട്ടുണ്ട്. സെൻട്രൽ കൺസോളിലെ AC വെൻറ്റിനും ഒരു ക്രോം ഇൻസൈറ്റ് എലമെൻ്റൊക്കെ നൽകിയിട്ടുണ്ട്. ഹസാർഡിൻ്റെ ബട്ടണൊക്കെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഇവിടെയായിട്ടാണ് നൽകിയിരിക്കുന്നത്. തൊട്ട് താഴെയായി AC അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഓട്ടോ ഓൺ ഓഫ് പിന്നെ ലൈറ്റിൻ്റെ ബട്ടണും അതുപോലെ തന്നെ ബൂട്ട് ഡോർ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ബട്ടണൊക്കെ നൽകിയിട്ടുണ്ട്. ഇനി ട്രാൻസ്മിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാണാൻ കഴിയുന്നുണ്ട്. ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് യൂണിറ്റും അതുപോലെ തന്നെ ഒരു USB പോർട്ടൊക്കെ നൽകിയിട്ടുണ്ട്. ഗിയർ ട്രാൻസ്മിഷൻ്റെ ആ ഒരു നോബിന് ചുറ്റും ഒരു ക്രോമിൻ്റെ ഇൻസൈറ്റൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ഡ്രൈവ് മോഡുകളാണ്: സിറ്റി, എക്കോ, സ്പോർട്ട്. ഹാൻഡ് ബ്രേക്കിന് നിപ്പിലൊരു സിൽവർ ഇൻസൈറ്റൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അത് ഒരു മികച്ച ഒരു ഫീച്ചറായി തോന്നി. എന്ന് പറഞ്ഞാൽ വളരെ അട്രാക്റ്റീവാണ്. ഒരു സ്ലൈഡിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസാണ്. 2 കപ്പ് ഹോൾഡേഴ്സ് നമുക്കവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ അടയ്ക്കുകയും ചെയ്യാം. ഈ സൈഡിലെയും AC വെൻറ്റിന് ചുറ്റും ഒരു ക്രോമിൻ്റെ ഇൻസൈറ്റൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ വൺ ടച്ചായി നമുക്ക് തുറന്നു വരുന്ന ഒരു ഓപ്പണായി വരുന്ന രീതിയിലുള്ള ഒരു ഗ്ലൗ ബോക്സാണ്. ആ ഗ്ലൗ ബോക്സിനകത്തൊരു ലൈറ്റൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് 2 ലെയറായിട്ട് നൽകിയിട്ടുണ്ട്. ഒരു വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗ്ലൗ ബോക്സ് ആണ് പറയേണ്ടിയിരിക്കുന്നു ഈ ഒരു സെഗ്മെൻറ്റിൽ. മറ്റു വണ്ടികളിലൊന്നും കാണാത്ത ഒരു
ഫീച്ചറായി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. വളരെ സ്പേഷ്യസ് ആണ്. ഒരു ആംറസ്റ്റൊക്കെ നൽകിയിട്ടുണ്ട്. ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, അതിന് ഒരു ക്രോം ഇൻസെർട്ടൊക്കെ നൽകിയിട്ടുണ്ട്. ഇതിൽ പറയുകയാണെങ്കിൽ ഒരു മാസീവായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് തന്നെ ഈ വാഹനത്തിൻ്റെ ഫസ്റ്റ് റോയിൽ തന്നെ ഉണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഡോറുകളിലാണെങ്കിലും നമ്മുടെ സെൻട്രൽ കൺസോളിലാണെങ്കിലും ഗ്ലൗ ബോക്സ് ആണെങ്കിലും ഒക്കെ പറയുകയാണെങ്കിൽ വളരെ മാസീവായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് തന്നെയുണ്ട്. സൺവൈസേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാനിറ്റി മിറർ ഒക്കെ നൽകിയിട്ടുണ്ട്. ലാമ്പൊന്നും നൽകിയിട്ടില്ല. ഇവിടെയാണ് നമ്മുടെ റീഡിംഗ് ലാമ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. നമുക്ക് ഇവിടെ ഒരു ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു മൈക്ക് വിത്ത് സ്പീക്കറൊക്കെ നൽകിയിട്ടുണ്ട്. ഇനി ഡ്രൈവർ സൈഡിലെ വാനിറ്റി മിററിൽ ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമേ നൽകിയിട്ടുള്ളൂ. മാനുവലായി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നൽകിയിട്ടുള്ള ഒരു മിററാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിലൊക്കെ നൽകിയിട്ടുണ്ട്. നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ, നല്ലൊരു കുഷനൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നൽകിയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനൊക്കെയാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഹെഡ് റൂം ഒക്കെ വാഹനത്തിൽ ലഭ്യമാണ്. ഈ മീറ്റർ കൺസോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടില്ല, നമ്മൾ മുമ്പ് കണ്ട പോലെ തന്നെ ഒരു വെൽക്കം നമ്മൾ ചെയ്യുന്ന രീതിയിലൊരു ഫുൾ ഡിസൈനായിട്ടൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആവശ്യത്തിലേറെ ഇൻഡിക്കേഷനും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഡോർ ഓപ്പണായി കിടക്കുന്നതിൻ്റെ വാണിങ്ങും അതുപോലെ തന്നെ മറ്റ് അത്യാവശ്യമായി വേണ്ട എല്ലാ വാണിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രിപ്പ് എ, ട്രിപ്പ് ബി, എത്ര കിലോമീറ്റർ ഇനി ഓടും തുടങ്ങിയ അത്യാവശ്യം വേണ്ട ബേസിക്കായി വേണ്ട എല്ലാ ഫീച്ചറും നൽകിയ ഒരു മികച്ച ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇൻഫോടൈം സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 7 ഇഞ്ച് വലിപ്പമുള്ള ടച്ച് സ്ക്രീനാണ്. ഹർമൻ്റെ മ്യൂസിക് സിസ്റ്റം ആണ് ഈ വാഹനത്തിൽ വരുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം അത്യാവശ്യം മികച്ച രീതിയിലുള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ്. അതുപോലെ തന്നെ ആപ്പിൾ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയവ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നല്ല രീതിയിൽ റെസ്പോൺസീവായിട്ടുള്ള ഒരു മീഡിയ സ്ക്രീൻ തന്നെയാണ്. നമുക്കിതിനകത്ത് തീമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ, കളർ ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ മികച്ച ഒരു സ്ക്രീൻ തന്നെയാണ്. റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഒരു വിസിബിലിറ്റി തരുന്നൊരു ക്യാമറ തന്നെയാണ് നെക്സോണിൽ ടാറ്റ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു സെൻസറിൻ്റെ ഒരു ബീപ്പ് സൗണ്ടും നമുക്ക് അവിടെ കേൾക്കാൻ കഴിയുന്നുണ്ട്. ഡോറ് തുറന്നതിൻ്റെ ഒരു വാർണിംഗ് ലൈറ്റും അതുപോലെ തന്നെ ഒരു ബീപ്പ് സൗണ്ടും നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കൊരു വീൽ ലാർച്ചൊക്കെ ഒരു ബ്ലാക്ക് ഇൻസൈറ്റിൽ നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രമ്മുമാണ് വരുന്നത്. 5 സ്പോക്കോട് കൂടി ഒരു അലോയ് വീലും 16 ഇഞ്ച് വലിപ്പമുള്ള ടയറാണ് വരുന്നത്. ഫ്രണ്ട് ഡിസ്കും ബാക്ക് ബ്രേക്കുമാണ് വരുന്നത്. നമുക്ക് സൈഡിലൊരു സൈഡ് ഗാർണിഷൊക്കെ കാണാം. ഒരു ബ്ലാക്ക് ഇൻസൈറ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലാണെങ്കിൽ ഒരു വീൽ ആർച്ചൊക്കെ നൽകിയിട്ടുണ്ട്. എ പില്ലർ തുടങ്ങി ബി പില്ലർ, സി പില്ലർ വരെ നിൽക്കുന്ന രീതിയിലൊരു വൈറ്റ് ഇൻസൈഡ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററോട് കൂടി ഒരു മിററും ഒരു ബ്ലാക്ക് ഇൻസൈഡൊക്കെ ബ്ലാക്ക് കളറൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിലൊക്കെ ബോഡി കളേർഡാണ്. വൺ ടച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമുക്കിനി സെക്കൻഡ് റോയിലേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ പരിചയപ്പെടാം. സെക്കൻഡ് റോയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു നല്ല ഡോർ ഹാൻഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ അത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡോർ ഹാൻഡിൽ തന്നെയാണ്. ഒരു ക്രോം ഇൻസെർട്ടൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. പവർ വിൻഡോ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കാണാൻ കഴിയുന്നു. ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട്. ബാക്ക് റോയിലിരിക്കുന്ന ആൾക്കാർക്ക് എ സിയുടെ സൗകര്യം കിട്ടാൻ വേണ്ടി 2 AC വെൻസൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സിൽവർ ഇൻസെർട്ടൊക്കെ AC വെൻറ്റിൻ്റെ നോബിലൊക്കെ നൽകിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ചാർജിങ് യൂണിറ്റ് വരുന്നതാണ്. ടോപ്പ് ആൻഡ് വേരിയൻറ്റിൽ മാത്രമേ ലഭ്യമാകുന്നുള്ളൂ. ആ സീറ്റ് ഏറ്റവും മുമ്പിലും ഈ സീറ്റ് ഏറ്റവും പിറകിലുമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് അടങ്ങിയ ഒരു ആംറസ്റ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ആവശ്യമില്ലെങ്കിൽ നമുക്കത് മടക്കി വെക്കാൻ കഴിയും. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സീറ്റ് ബെൽറ്റ് സിസ്റ്റവും നൽകിയിട്ടുണ്ട്. അതൊക്കെ ഒരു നല്ല ഫീച്ചറാണ്. ബൈക്കിലേക്ക് വരുന്ന സമയത്ത് ടെയിൽ ഡോറിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റും അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ ഒരു വൈറ്റ് ഇൻസെർട്ട് ഇവിടെയും നൽകിയിട്ടുണ്ട്. ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പും ഷാർക്ക് ഫിൻ ആൻറ്റിനെയും ഒക്കെ നൽകിയിട്ടുണ്ട്. ടാറ്റയുടെ ലോഗോയും റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ അവിടെ നൽകിയിട്ടുണ്ട്. നെക്സോൺ എന്നുള്ള ബാഡ്ജിങ് ഒക്കെ കാണാം. റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ലാമ്പൊക്കെ നൽകിയിട്ടുണ്ട്. ടോപ്പ് ആൻഡ് വേരിയൻറ്റിൽ മാത്രം ലഭ്യമാകുന്നുള്ളൂ. ഇവിടെ ഒരു സിൽവർ ഇൻസെർട്ടൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റിഫ്ലക്ടർ
ഒരു ബ്ലാക്കിലും സിൽവർ ഇൻസെർട്ടിലും ആയി നൽകിയിട്ടുണ്ട്. ബൂട്ട് സ്പേസ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഒരു ബട്ടൺ നോക്കിയാൽ വൺ ടച്ചായി നമുക്കത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം മികച്ച രീതിയിൽ ലഭിക്കുന്ന ഒരു ബൂട്ട് സ്പേസ്. നമുക്കിവിടെ ഒരു ലാമ്പ്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഹുക്കൊക്കെ നൽകിയിട്ടുണ്ട്. രണ്ട് സൈഡിലും ഇവിടെ ഹുക്കൊക്കെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം മികച്ച രീതിയിൽ തന്നെ നമുക്കൊരു ബൂട്ട് സ്പേസ് ലഭിക്കുന്നുണ്ട്. ഒരു പാഴ്സൽ ട്രേ ഒക്കെ ലഭിക്കുന്നുണ്ട്. നമുക്ക് അടയ്ക്കാനായിട്ടുള്ള ഒരു ഹാൻഡിലൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. 350 ലിറ്ററാണ് ബൂട്ട് സ്പേസ് കപ്പാസിറ്റി നെക്സോണിൽ ലഭിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് സ്പെയർ വീലൊക്കെ ലഭിക്കുന്നത്. സ്പെയർ വീലിൻ്റെ ഒക്കെ സെറ്റിങ്സ് ഇതിൻ്റെ അടിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പെട്രോൾ സെഗ്മെൻറ്റിലും ഡീസൽ സെഗ്മെൻറ്റിലും ഈ വാഹനം ലഭ്യമാണ്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 44 ലിറ്ററാണ്. വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത് 3993 മില്ലിമീറ്റർ, വിഡ്ത്ത് 1811, ഹൈറ്റ് 1606, വീൽ ബേസ് 2498, ഗ്രൗണ്ട് ക്ലിയറൻസ് 209 മില്ലിമീറ്ററുമാണ് വരുന്നത്. ഈ എൻജിൻ വശങ്ങളിലേക്ക് പോകാം. ഫുഡിനൊക്കെ അത്യാവശ്യം നല്ലൊരു വെയിറ്റൊക്കെ ഉണ്ട്. ഇൻസുലേഷൻ ഒക്കെ നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. 1.2 ലിറ്റർ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ 1.5 ലിറ്റർ ടർബോ ചാർജ് ഡീസൽ എഞ്ചിനിലും വാഹനം ലഭ്യമാണ്. 1199 cc 3 സിലിണ്ടറോട് കൂടിയാണ് ഈ വാഹനം ലഭ്യമാകുന്നത്. മനോഹരമായി തന്നെ പാക്ക് ചെയ്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. എല്ലാവരും അടുക്കും ചിട്ടയോടും ഒക്കെ നൽകിയിട്ടുണ്ട്. സേഫ്റ്റിയെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഇത് സേഫ്റ്റിയിൽ 5 സ്റ്റാർ റേറ്റിംഗ് നേടിയ ഒരു ഇന്ത്യൻ വാഹനമാണ്. എങ്കിലും 2 എയർ ബാഗോട് കൂടി ABS, EBD, അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ട്രാക്ഷൻ കൺട്രോൾ, റോൾ ഓവർ മിറ്റിഗേഷൻ, എമർജൻസി ബ്രേക്ക് അസിസ്റ്റ് തുടങ്ങി ബേസിക്കായി വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയ ഒരു സേഫ്റ്റി വാഹനമാണ് നെക്സോൺ. ഈ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 6 ലക്ഷം മുതൽ 12 ലക്ഷം രൂപ വരെയാണ്. ഫ്യൂവൽ എഫിഷ്യൻ്റായ ഒരു വാല്യൂ ഫോർ മണി വെഹിക്കിളാണ്. ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വാഹന വിശേഷമായി നമ്മൾ ഉടനെ കാണുന്നതായിരിക്കും. അതുവരെ ചെറിയൊരു ബ്രേക്ക്.